ഹലോ, ഇത് അനുജത്തിയുടെ ആണോ ഈ നഴ്സിംഗ് വിഷയമായിട്ടുള്ള പ്രശ്നം? അതെ അതാണോ? അതെ 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 എന്റെ അനിയത്തിയും മറ്റു കുട്ടികളും. അനുജത്തിയും മറ്റു കുട്ടികളുമാണ്. മൊത്തം എത്ര പേരാണ്? 3 പേരാണ് ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ട് അവർ ആക്ഷേപിക്കുന്നത്. ഇപ്പം 3 പേരെയാണ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. പുറത്താക്കിയിരിക്കുന്നത്. ഈ കോളേജിന്റെ പേരൊന്ന് പറയാമോ? ഈ കോളേജിന്റെ പേര് ജോസ്കോ നഴ്സിംഗ് സ്കൂൾ ആൻഡ് കോളേജ്, പന്തളം, എടപ്പോൺ, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല. ഇത് ആരാണ് ഈ കോളേജിന്റെ മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഒരു ജോസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. ആ, എനിക്ക് തോന്നുന്നൊരു മാനേജ്മെന്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്. ആ, പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ടീമാണ്. ഓക്കെ. ഈ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആണ് ഈ കോളേജ്, അങ്ങനെയാണോ? അതോ മറ്റോ ഏതെങ്കിലും ട്രസ്റ്റിയോ അല്ല ട്രസ്റ്റായിട്ടോ? ജോസ് എന്ന് പറഞ്ഞ ആളിന്റെ ഈ കോളേജ്. ഈ ഡോക്ടർ, ഈ ജോസ് എന്ന് പറയുന്ന ഡോക്ടർ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലില്? ഇല്ല, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അതെവിടെയാണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ അവരുടെ നഴ്സിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്കിലല്ലേ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ പന്തളത്ത് തന്നെ ഉണ്ട് ഹോസ്പിറ്റൽ? അതെ അതെ, ഈ നഴ്സിംഗ് സ്കൂളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ. അത് ഇദ്ദേഹത്തിന്റെ ആണ് ഈ ഹോസ്പിറ്റലും ഈ നഴ്സിംഗ് സ്കൂളും അല്ലേ? അതെ അതെ അതെ. ഇത് എന്ത് നഴ്സിംഗ്? ജനറൽ ആണോ BSc ആയിരുന്നോ അവിടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ കുട്ടികൾ ജനറൽ നഴ്സിംഗ് ആണ്. ജനറൽ നഴ്സിംഗ് ആയിരുന്നു. ഓക്കെ. എന്നാണ് അവിടെ ഓൾറെഡി ഈ ജോയിൻ ചെയ്ത ഈ കുട്ടി? അതായത് നവംബറിൽ ഓൾമോസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. 2025 നവംബറിലാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ജനറൽ നഴ്സിംഗിന് എത്രയാണ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ എമൗണ്ട് കൊടുത്തിരുന്നത് എത്രയാണ് ടോട്ടല്? അതായത് ഡൊണേഷൻ നമ്മൾ 1 ലക്ഷം രൂപ ഞാനും എന്റെ അമ്മയും കൂടാണ് കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ. ഡൊണേഷൻ ബില്ലില്ലായിരുന്നു, റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 ലക്ഷം ബൈ ഹാൻഡ് ആയിട്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുക അല്ലേ? അതെ. നമ്മുടെ കൂടെ വേറൊരു കുട്ടിയുടെ അമ്മ 1.5 ലക്ഷമാണ് ചോദിച്ചത്. 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. ഓക്കെ. വേറൊരു കുട്ടിയുടെ 1 ലക്ഷം 1 ലക്ഷം രൂപ കൊണ്ട് മേടിച്ചത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഡൊണേഷൻ അല്ലാതെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര കൊടുത്തു? ഫീസും കാര്യങ്ങളും നമ്മൾ നിലവിലെല്ലാം കൂടെ നമ്മളൊരു 3 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഏറ്റവും ഈ അനാവശ്യമായി ഫീസ് ഇവർ ചോദിക്കുന്നുണ്ട്, അതായത് പല ഘട്ടങ്ങളിലും. അപ്പൊ ഒന്നാമത്തെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ യൂണിഫോമിന് 20,000 രൂപ ഫീസ് ചോദിച്ചു. അപ്പൊ ഓക്കെ, യൂണിഫോമിന് ഫീസ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളതിന് റെസിപ്റ്റ് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കത്തില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ചോദിക്കും, റെസിപ്റ്റ് ചോദിക്കാൻ പറയും. അങ്ങനെ 2-3 പ്രാവശ്യം ഈ കുട്ടികൾ ചോദിച്ചപ്പോൾ ഇവര് ആദ്യത്തെ തുടങ്ങുന്ന വിഷയങ്ങൾ ഇതാണ്, റെസിപ്റ്റ് കൊടുക്കത്തില്ല. പിന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കണം, ആ യൂണിഫോം കണ്ടാല് അത് 20,000 രൂപയ്ക്ക് 2 യൂണിഫോമാണ് കൊടുക്കുന്നത്, 2 ജോഡി. ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു യൂണിഫോം. നൂലഴിക്കുകയാണ്. ഈ 3 മാസമായ കുട്ടികളുടെ യൂണിഫോം നൂലഴിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി തട്ടിപ്പേ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇത്രയും ചുരുങ്ങിയ കാലമായിട്ടുള്ള ഇപ്പൊ 3 ലക്ഷം രൂപ കൊടുത്ത് ഇപ്പൊ കുട്ടികളുടെ പഠനവും ഇപ്പം നിലവിൽ നിലച്ചിരിക്കുകയാണ്. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? അവരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. പിന്നെ പുറത്താക്കുക മാത്രമല്ല, അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇനി കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ അവിടെ അന്ന് നമ്മൾ ആ പേരന്റ്സ് മീറ്റിംഗിന് പോയ ദിവസം ഇവർ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ ഒരു മെയിൻ കാരണം എന്തായിരുന്നു? അതൊന്ന് പറയാമോ? ഇഷ്യൂസിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കം ഈ കുട്ടികൾ പറയുന്നുണ്ട് ഫുഡ് മോശമാണ്. ഫുഡ് അതായത് എപ്പോഴും കുട്ടികൾക്ക് ലൂസ് മോഷനും ഡയറിയയും അതായത് ഛർദിലും കാര്യങ്ങളുമാണ്. പിന്നെ തല കറക്കും. എന്നിട്ട് ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഈ കുട്ടികളെ അഡ്മിറ്റും ചെയ്യും. എന്നിട്ട് ഭീമമായ പണം നമ്മളിൽ നിന്ന് ഈടാക്കും. ഓരോ മാസവും കുട്ടികൾ സിക്കായി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി 5,000-6,000 രൂപ നമുക്ക് ഇതാവുന്നുണ്ട്. അതായത് അവരുടെ ഫുഡും കൊണ്ട് നമുക്ക് ലൂസ് മോഷനും മറ്റു പ്രശ്നവും വന്നു കഴിയുമ്പോൾ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കുന്നു. ആ അഡ്മിറ്റ് ആക്കുന്നതിന്റെ പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നു, നമ്മളിൽ നിന്ന് ഈടാക്കുന്നു. അതോടൊപ്പം നമ്മളിത് നമ്പർ 1 ഒരു ബിസിനസ്സാണ്. അത് നല്ല ഐഡിയ ആണ്. ജോസഫിന്റെ നല്ലൊരു ഐഡിയ ആണ്. കാരണം അവിടെ തന്നെ നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നഴ്സിംഗിന് കുട്ടികളെ ക്ഷണിക്കുന്നു, ഡൊണേഷൻ വാങ്ങുന്നു. അവർക്ക് എന്താ പറയാ, പോയിസൺ കലർന്ന ഫുഡ് വേണേൽ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. കാരണം ആ രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ വന്നിരിക്കുന്നത്, ആ രീതിയിലാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം കുട്ടികൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിന്റെ ഒരു അഡീഷണൽ ബില്ലും കൂടെ ഈടാക്കുന്നത്. അപ്പൊ ജോസഫിന്റെ കൊള്ളമുള്ള
ജോസായാലും ജോസഫ് ആയാലും എന്തായാലും നല്ല. അപ്പൊ ഈ അതുമായി ബന്ധപ്പെട്ട് നമ്മളിത് പലതവണ ഇവരുടെ പരാതി പറഞ്ഞ് ഈ MD-യോട് തന്നെ നമ്മൾ ഇവർ MD-യുടെ ക്യാബിനിൽ പോയി നമ്മൾ പരാതി പറഞ്ഞതാ. ജോസഫ് എന്ന് പറയുന്ന ആളുടെ നേരിട്ട് പരാതി പറഞ്ഞു അല്ലേ? പരാതി പറഞ്ഞതാണ്. അപ്പൊ നമ്മളോട് നമ്മളെ കൺവിൻസ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല, അതായത് ഞങ്ങളും അവിടെ നിന്നാണ് കഴിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളോട് നമ്മൾ അന്നേരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി പറയുമല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇനി ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് നമ്മൾ ഉറപ്പ് മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ടും ഒരു ദിവസം വീണ്ടും ആവർത്തിക്കുന്നു. ആ ആവർത്തിച്ച ദിവസം 17 or 18 കുട്ടികൾ ഒരേ ടൈമിൽ സിക്കായി, വൊമിറ്റിംഗ് ആയി, ഛർദിലായി, തലയിറങ്ങി ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവുന്നു. രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു. എത്ര കിലോമീറ്റർ താണ്ടിയാ പോകുന്നതെന്നറിയോ? അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് തീരെ വയ്യ. എന്റെ മുമ്പിൽ നിന്നാണ് 2-3 കുട്ടികൾ ഇങ്ങനെ ഷിവറിംഗ് ആയി തലയിറങ്ങി താഴെ വീഴുന്നത്. അപ്പൊ അവിടെ ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നത് എന്താ പ്രശ്നം. അപ്പൊ ഫുഡ് പോയ്സൺ എന്ന് പുള്ളിക്ക് എഴുതാൻ പറ്റത്തില്ല, കാരണം അവർ ഹോസ്പിറ്റലാണല്ലോ. ഞങ്ങളിത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മറ്റ് ഹോസ്പിറ്റലുകളും ടെസ്റ്റ് ചെയ്യുകയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഫുഡ് പോയ്സൺ ഗവൺമെന്റ് ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറയുമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, കുട്ടികളെ കൊണ്ട് കൊലയ്ക്ക് കൊടുക്കുവാണോ, അങ്ങനെ ചോദിച്ച് നമ്മളോട് ഷൗട്ട് ചെയ്യുമായിരുന്നു. മറ്റ് അവർക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഇന്റിമേഷനും ഉണ്ട്. അങ്ങനെ നമ്മളിത് 12 or 14 ദിവസം കുട്ടികൾ വീട്ടിലായി, അതായത് റെസ്റ്റില്ല. ഒരു തവണ പോലും ഇവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഫാക്കൽറ്റികളുടെ ഭാഗത്തുനിന്നോ ഈ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ടീച്ചേഴ്സ് ആൻഡ് പേരന്റ്സ് ഉൾപ്പെടുന്ന കോർഡിനേറ്റർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ആ ഗ്രൂപ്പിൽ പേരന്റ്സ് അതായത് വൈകാരികമായി പ്രതികരിച്ചപ്പോൾ ആ പേരന്റ്സ് പ്രതികരിക്കുന്ന ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കിയിട്ടിട്ട് പിന്നെ ആ വോയിസുകളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം പിന്നെ പേരന്റ്സ് മീറ്റിംഗ് വെച്ചു. പേരന്റ്സ് മീറ്റിംഗ് വെക്കുമ്പോൾ ആദ്യം ഇവര് പറയുന്നത് ഇത്തരത്തിൽ ഒരു സാഹചര്യം, ഒരു പേരന്റ്സ് മീറ്റിംഗ് വെക്കേണ്ട സാഹചര്യം വന്നു, 3 കുട്ടികളുടെ ഇഷ്യൂ കൊണ്ടാണ്, അവർക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ, അവർക്ക് മാത്രമേ ഫുഡ് പോയ്സൺ ഉള്ളൂ എന്ന് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനകത്തിൽ ഇടപെട്ടു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്, കാരണം ഇത് 3 കുട്ടികൾക്ക് മാത്രമല്ല, അത് ഫുഡ് പോയ്സൺ മാത്രമല്ല, കുറേയധികം വേറെ വിഷയങ്ങളുണ്ട്. അതായത് ഈ ഫുഡ് പോയ്സൺ റിപ്പോർട്ട് ചെയ്യുന്ന വീട്ടിൽ വിളിച്ച് പരാതിപ്പെട്ട കുട്ടികളെ ഈ പേരന്റ്സ് മീറ്റിംഗിന് മുമ്പ് തന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്ന് ഒരു കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ ലെറ്ററിൽ എഴുതി മേടിപ്പിക്കുകയും ചെയ്തു. അവരല്ല പിന്നെ ഭാഗ്യത്തിന് എഴുതി കൊടുത്തത്. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അതുകൂടെ അറിഞ്ഞപ്പോ സ്വാഭാവികം നമുക്ക് ദേഷ്യം വരിക. അവരെന്തോ ചെയ്തിട്ട് അവരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിന്റെ കാരണത്താല ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നത്? അപ്പൊ അവർക്കൊന്നും മിണ്ടാനില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാല് അപ്പൊ നമ്മളും വൈകാരികമായിട്ട് പ്രതികരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളെ പറ്റി വളരെ മോശമായിട്ട് പെരുമാറുക, സംസാരിക്കുക, കുട്ടികളെ വേറെ രീതിയിൽ ചിത്രീകരിക്കുക. പിന്നെ അവർക്കൊരു പ്രിൻസിപ്പൾ ഉണ്ട്. പ്രിൻസിപ്പളും ഒരു വൈസ് പ്രിൻസിപ്പളും 2 ലേഡിയുണ്ട്. അതായത് ഞാനും അതായത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും മോശപ്പെട്ട രീതി കുട്ടികളോട് പെരുമാറുന്ന അപൂർവമായിട്ട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുള്ളൂ. മാനേജ്മെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരങ്ങനെ പെരുമാറുള്ളൂ. കാരണം മാനേജ്മെന്റിന്റെ പിണിയാളുകളാണല്ലോ ശരിക്കും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഒക്കെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരൊരു സ്ത്രീ ആണോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത്. എന്തോ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ പ്രതികരിക്കുന്ന കുട്ടികളോട് വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുക. പിന്നെ കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക. അതായത് അതിപ്പോ നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ഒട്ടുമിക്ക മാനേജ്മെന്റിന്റെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ആ വിഷയമൊക്കെ നമുക്കറിയാലോ. അവിടുത്തെ പ്രിൻസിപ്പളും ഏകദേശം സമാനമാണ്. ഇത് പലതവണ ഈ പെൺകുട്ടികൾ വീട്ടിൽ വന്ന് പരാതിപ്പെടുമ്പോൾ നമ്മൾ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതായത് ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായിരുന്ന ഒരാളാണ്. വിദ്യാർത്ഥി സംഘടനാ രംഗത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതുപോലെ പല കോളേജുകളിലും സംഭവങ്ങൾ ചില അധ്യാപകരുണ്ട്, ന്യൂനപക്ഷമാണ്. വിദ്യാർത്ഥിത്വം എന്താണെന്നറിയാത്തല്ല, വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത, പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത അധ്യാപകരുണ്ട്. ശരി, നമുക്ക് അതിലേക്ക് കയറിപ്പോണ്ട. നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കാം. ഇതിനകത്തിപ്പം ഈ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ഇന്റിമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ നിങ്ങൾ അതിനുശേഷം പരാതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ, പോലീസിലോ മറ്റെവിടെയെങ്കിലും? നമ്മൾ ഈ വിഷയം, അതായത് നമ്മൾ ഈ പേരന്റ്സ് മീറ്റിംഗ് കഴിയുന്നു. അപ്പം നമ്മൾ പറഞ്ഞ അവര് പുള്ളി എന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് സാധാരണ നമ്മളൊരു മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു അവരൊന്നിലൊരു ലെറ്റർ പാഡിൽ എഴുതണം, അല്ലെങ്കിൽ ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തണം. ലെറ്റർ പാഡിൽ ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് ഉറപ്പ് തന്ന്, അത് MD ഉൾപ്പെടെയാണല്ലോ, അതായത് MD ആണ് സംസാരിക്കുന്നത് മൊത്തം. അപ്പൊ നിങ്ങളൊരു ഉറപ്പ് തന്നിട്ട് ഈ പരിഹരിക്കാവുന്ന നിങ്ങളുടെ ഒരു ലെറ്റർ പാഡിൽ എഴുതിത്താം. അത് തരത്തില്ല, അതിൽ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ലെന്നാ പറയുന്നത്. ഫുഡ് പോയിസൺ ഇനിയും ഉണ്ടാകാം പുള്ളി പറയുന്നതാ. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ അതായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് പറഞ്ഞാൽ പഴകിയ ചോറാണ്. അതായത് ഫുഡ് വളരെ മോശമാണെന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാം ക്ലിയർ ആണ്. ഫുഡ് വളരെ മോശമായിട്ടാണ് അവർ തരുന്നത്. അപ്പൊ ഈ ഫുഡ് ക്യാൻറ്റീൻ കാണണമെന്ന് പറഞ്ഞു. ക്യാൻറ്റീൻ കാണാൻ ചെന്നപ്പം ഉണ്ടാവുന്ന സംഭവം എന്ന് പറഞ്ഞാല് അവിടെ, അതായത് പുള്ളി തന്നെയാണ് പറയുന്നത് നിങ്ങൾ പോയി കണ്ടോ, പോയി ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്നു. അവിടെ ചെന്നപ്പം ഇവരുടെ ക്യാൻറ്റീൻ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ്, ഒരു ഗുണ്ടാ സംഘമാണ്. അവര് നമ്മൾക്ക് നേരെ ആക്രോശവും ചീത്തവിളിയും പിടിച്ചു തള്ളാൻ വരുന്നു, ഇവിടെ കയറാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ MD പറഞ്ഞിട്ടാ വന്നത്, അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചില്ല. അങ്ങനെ വാക്കുതർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തെല്ലേ നടന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ ആ MD-നെ കൂട്ടിയിട്ട് ആ സന്ദർഭത്തിൽ പോകേണ്ടത് ഇരുന്നില്ലേ ക്യാൻറ്റീനിലേക്ക്? കാരണം MD-യോട് കൂടെ വരാൻ പറഞ്ഞായിരുന്നു, അതല്ലായിരുന്നു അതിന്റെ ശരി? അല്ല, പുള്ളി വന്നില്ല. പുള്ളിക്ക് എന്തോ ഈ BP അല്ല ഹെയർ സർജറി എങ്ങാണ്ട് കഴിഞ്ഞ ആളെ, എനിക്ക് എന്തോ വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി മാറി നിൽക്കുക. അപ്പം പ്ലാനിങ് ആയിരുന്നു അത്. അതായത് അത് നമുക്ക് മനസ്സിലായി. നിങ്ങളെ ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വിടുക, ക്യാൻറ്റീനിൽ അവരുടെ കൊട്ടേഷൻ സംഘം അവിടെ റെഡി ആയിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടൊരു അറ്റാക്ക് ഉണ്ടാവുക, അതൊക്കെയായിരുന്നു അവരുടെ. സാറേ, ഈ 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വരുന്നത് നമുക്ക് മനസ്സിലായി ഇവന്മാർ വേറെന്തോ പരിപാടിയാന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങളുടെ കുട്ടി, അത് എന്റെ അനിയത്തി അവിടെ ആക്കിയിട്ടാ വരുന്നതെന്ന് ആലോചിച്ചോ. അവിടെ ലഗേജ് കൊടുത്തിട്ട് ഞങ്ങള് പന്തളം കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു കോള് വരുന്നു നൂർനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതായത് നൂർനാട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നും പറഞ്ഞത്. അപ്പം നമ്മുടെ കൂടെ വേറെ ഇറങ്ങിയ ഒരു പെൺകുട്ടിയുടെ ബ്രദറും പെൺകുട്ടിയെ എന്റെ അമ്മയുടെ കാറ് തടഞ്ഞു നിർത്തി ഈ പോലീസ് വന്ന ആ ബ്രദർ ആ പയ്യനെ പിടിച്ചോണ്ട് പോകുന്നു. അവനെയാണ് റിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇത് MD-യുടെ തന്നെ വെൽ പ്ലാനിങ് ആയിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും. അല്ലെ പിന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കി, 1 മിനിറ്റ് കൊണ്ട് പോലീസ് വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്നിട്ട് ഈ അതായത് അതിന്റെ അവര് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ക്യാൻറ്റീനിൽ കയറി അവിടെ എന്തെങ്കിലും അതിക്രമം കാണിച്ചു എന്നുള്ളതായിരിക്കും. ഇത് ബാക്കിയും കൂടെ ഉണ്ട്. അവിടെ ഈ സംഭവ സ്ഥലത്ത് സ്ത്രീകളില്ല. ഈ സ്ത്രീകളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പേരൻസിന്റെ പേരിൽ ഇവർ പരാതി കൊടുത്തേക്കുന്നത്. അപ്പൊ അവർക്ക് തന്നെ ഹോസ്പിറ്റലുണ്ട്, മറ്റേ ബാൻഡേജ് ഇതൊക്കെ വെച്ച് കെട്ടി അവർ കിടക്കുകയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ത്രീകളൊക്കെ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികം. അതെ. അപ്പൊ ഈ പെൺകുട്ടികൾ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻറ്റീന്റെ മറ്റേ സ്ക്രീനും കാര്യങ്ങളും എല്ലാം അവർ അടിച്ചു പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ആ സ്ത്രീകൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ വോയിസ് റെക്കോർഡൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ ഉണ്ട്. അപ്പം അങ്ങനെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തൊരു ഇഷ്യൂ ആണ്. 4-ാം ദിവസമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യന് ജാമ്യം കിട്ടുന്നത്. പിന്നെ ഞങ്ങളെ എല്ലാം കേസ്, അത് സ്ത്രീകളെയും, അതായത് നമ്മൾ ഇനിയിപ്പം നിങ്ങൾക്ക് എത്ര പേർക്കെതിരെയാണ് ഓൾറെഡി അവിടെ കേസ് എടുത്തിരിക്കുന്നത്? അതായത് എന്റെ അമ്മയുണ്ട്, മറ്റൊരു കുട്ടിയുടെ അമ്മയുണ്ട്, വേറൊരു കുട്ടിയുടെ അമ്മയുണ്ട്, ഞങ്ങൾ 2 ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ കണ്ടാലറിയാവുന്ന 10 പേര്. ഇത്രയും പേർക്കെതിരെയാണ് അതില് ഈ ഒന്നും തല്ലിന്റെ ഇടയ്ക്ക് ഇതിലൊരു ഒരാള് എന്നെ പ്ലേറ്റ് വെച്ച് അടിച്ചു. എന്റെ അമ്മയുടെ നെഞ്ചത്തിടിച്ചു, എന്റെ അമ്മയെ പിടിച്ചു തള്ളി താഴെ ഇട്ടു, ചീത്ത വിളിച്ചു. ഈ സംഭവം നമ്മൾ പോയി അഡ്മിറ്റ് ആയി. എന്റെ അമ്മയ്ക്ക് നല്ല നെഞ്ചിനകത്ത് വേദന ഉണ്ടായിരുന്നു. അമ്മ കാറിനകത്ത് ഷിവറിംഗ് ആയി ബോധം കെട്ട് വീണ് അമ്മയെ ഹോസ്പിറ്റലിലാക്കുന്നു. ആ ഇന്റിമേഷൻ ഉണ്ട്. ആ ഇന്റിമേഷന് പേര് കേസെടുക്കാൻ, നമ്മുടെ പരാതിയിൽ കേസെടുക്കാനെ കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലെ CIയും SIയും തയ്യാറായിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ മൊഴി എടുത്താൽ നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തും. അപ്പൊ ഞാൻ ചോദിച്ചു ആരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തും? അത് പരാതി തരുന്ന സ്ത്രീകളുടെ പേരിലും കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ പിന്നെ എങ്ങും പരാതി കൊടുക്കാൻ പറ്റത്തില്ല. DYSP തൊട്ട് സകല എല്ലാവരെയും അവർ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുക. ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടേതാണ്, നൂർനാട് പോലീസ് സ്റ്റേഷൻ. ഇനിയിപ്പം ഇപ്പം നിലവിൽ അവിടുന്ന് പഠനം കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ 3 കുട്ടികൾ ഈ അനിയത്തി ഉൾപ്പെടെ അവിടുന്ന് ഇപ്പം പോന്നിരിക്കുകയാണ് അല്ലേ? നമ്മുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇല്ല അവിടെ, നമ്മുടെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഓൾറെഡി അവരുടെ കസ്റ്റഡിയിലാണോ? അവരുടെ കസ്റ്റഡിയിലാണ്. നമ്മുടെ കുട്ടികളുടെ ലഗേജ് കാര്യങ്ങളെല്ലാം അവിടെയാണ്. പൈസ ഓൾറെഡി അവിടെ തന്നെയാണ്. പൈസ അവിടെ തന്നെയാണ്.
അതിനെപ്പറ്റി ഈ MD ആയിട്ട് നിങ്ങൾ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഈ സംഭവത്തിന് ശേഷം? ഫോണിൽ കൂടെ നമ്മള് ഒരു യൂത്ത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരാൾ സംസാരിച്ചപ്പോ പറഞ്ഞത് ഡൊണേഷൻ തരാൻ പറ്റത്തില്ല, ഞാൻ മേടിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. പിന്നെ ബാക്കി ഫീസ് എന്ന് പറഞ്ഞാൽ അത്ര നാൾ അവിടെ പഠിച്ചതും സകല സാധനങ്ങളും വെട്ടിക്കുറച്ചെങ്ങാണ്ട് നിസ്സാര പൈസ തരാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ നിങ്ങൾ അകാരണമായി കേസിൽപ്പെടുത്തി ജയിലിൽ തള്ളി, ഞങ്ങൾ ഇത്രയും നാൾ ഓടിയത്, ഞങ്ങളുടെ കുട്ടികളുടെ പഠനം മുടങ്ങിയത്. എന്നിട്ട് അത് സംസാരിക്കാൻ പോയ ഒരാളോട് പെൺകുട്ടികളെ പറ്റി വളരെ മോശമായിട്ട് ഒരു രക്ഷിതാക്കളും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനമായ MD എന്ന് പറഞ്ഞ ആള് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം നിലവിൽ ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഈ 3 കുട്ടികളുടെ പഠനം ഇപ്പൊ അവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. പൈസയും സർട്ടിഫിക്കറ്റും എല്ലാം ഈ പെന്തക്കോസുകാരൻ ഡോക്ടറുടെ കസ്റ്റഡിയിലാണ് അല്ലേ? അതെ 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 അതെ. ഓക്കെ ഓക്കെ. ആ ഹോസ്പിറ്റലിന്റെ പേരും ഇത് തന്നെയാണോ? ജോസ്കോ? ജോസ്കോ നഴ്സിംഗ് സ്കൂൾ ആൻഡ് നഴ്സിംഗ് കോളേജ്, പിന്നെ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സാറേ, ഈ പെൺകുട്ടികൾ പറഞ്ഞത് നമ്മളോട് പോയി കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതായത് പാലിയേറ്റീവിന്റെ വർക്ക് മാത്രമേ അതും GNM കുട്ടികളെയും കൊണ്ടാണ് ചെയ്യുക. അതാണ് അവരുടെ മെയിൻ പരിപാടി. അതായത് ഇവിടുന്ന് ഫുഡ് പോയിസൺ ആയി ഹോസ്പിറ്റലൈസോ അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന കുട്ടികൾ അവർക്ക് സ്വാഭാവിക ലീവ് ആവുമല്ലോ. ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ 1:1 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. 1:3, 1:5 കോമ്പൻസേറ്റ് ചെയ്ത് നിങ്ങൾ ജോലി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാർഗം തരത്തില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മൊത്തത്തിലൊരു ഉളായിപ്പാണ്. ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ 3 കുട്ടികൾ ഇപ്പൊ പഠനം നടത്തി വീട്ടിൽ തന്നെ നിൽക്കുവാണ് അല്ലേ? അതെ അതെ. ഇന്ന് നേഴ്സിംഗ് കൗൺസിലിന്റെ ഒരു ഇൻസ്പെക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം അങ്ങാണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ കുട്ടികൾ നമ്മളെ വിളിച്ചറിയിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ്, അതായത് ഈ ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് എന്റെ അനിയത്തി നേഴ്സിംഗ് കൗൺസിലിന് പരാതി കൊടുത്തതാ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നിലവിലുള്ള സ്റ്റാൻഡ് ഇതാണല്ലോ. അപ്പൊ ഏകദേശം നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പം മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ സാറേ. ഓക്കെ ഓക്കെ.